നമസ്കാരം. തൊണ്ടി മുതൽ പിടിച്ചാൽ കവർച്ചാ കേസുകൾ അവസാനിക്കുമോ? ആ കേസിൽ പിന്നീട് നടപടിയുടെ ആവശ്യമില്ലേ? ഇല്ല എന്നാണ് പോലീസിന്റെ ഒരു പുതിയ രീതി കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള പോലീസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, തമിഴ്നാട് പോലീസിനെ കുറിച്ചാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ റെയിൽവേ പോലീസും തൊണ്ടി മുതൽ തേടി തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിലെത്തിയത്. തൃശൂരിലെ ഗുണ്ടാ സംഘങ്ങൾ ട്രെയിൻ യാത്രികനിൽ നിന്നും കവർന്ന 1.5 കിലോ സ്വർണത്തിൽ 100 ഗ്രാം എരുമപ്പെട്ടിയിൽ വിറ്റിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തമിഴ്നാട് പോലീസും റെയിൽവേ പോലീസും എരുമപ്പെട്ടിയിലെത്തിയത്. എന്തായാലും പോലീസിന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. എരുമപ്പെട്ടിയിലെ ഒരു സ്വർണ്ണാഭരണശാല നിർമ്മാണശാലയിൽ പോലീസ് പരിശോധന നടത്തി. അവിടെ സ്വർണം ഉരുക്കിയതായും അവിടെ സ്വർണം വാങ്ങിയതായും പോലീസ് കണ്ടെത്തി. കട ഉടമസ്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തായാലും ഇവിടെ സ്വർണം കവർന്ന ആളുകളിൽ നിന്ന് ഈ സ്വർണം ഇവിടെ എത്തിയത് ഒരു ഇടനിലക്കാരൻ വഴിയാണ്, എരുമപ്പെട്ടിക്കാരനായിട്ടുള്ള ഒരു ഇടനിലക്കാരൻ വഴിയാണ്. അയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് 15 ലക്ഷം രൂപ, അതായത് 100 ഗ്രാം സ്വർണത്തിന്റെ വിലയായിട്ടുള്ള 15 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായതിനെ തുടർന്ന് പോലീസ് ഈ 2 പേരെയും വിട്ടയച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ പോലീസിന് വിട്ടയക്കാൻ കഴിയുമോ? ഈ സ്വർണം ഇവിടെ എത്തിച്ച ഇടനിലക്കാരൻ ഈ കവർച്ചാ സംഘവുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതുപോലെ തന്നെ സ്വർണം വാങ്ങിയ ഈ നിർമ്മാണശാല, സ്വർണ്ണ നിർമ്മാണശാല, ആഭരണ നിർമ്മാണശാല, ഇതിന്റെ ഉടമസ്ഥൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ ഇയാൾ പങ്കാളിയാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നു. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ കടയുടമസ്ഥനെയും അതുപോലെ തന്നെ ഇടനിലക്കാരനെയും പോലീസ് വിട്ടയച്ചു. ഇത് വ്യാപകമായിട്ടുള്ള ചർച്ചയായിരിക്കുകയാണ്. തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി എരുമപ്പെട്ടിയിൽ ഇത്തരത്തിലുള്ള മോഷണ വസ്തുക്കൾ വിൽക്കുന്നത് പതിവാകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പല വസ്തുക്കളും തൊണ്ടി മുതലുകളും വിൽക്കുന്ന ഒരു രീതി പതിവാകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ദേശമംഗലത്ത് കടുകശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വയോധികയെ കൊലപ്പെടുത്തി ആ സ്വർണം ഒരു പ്രതി കവർന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതി കവർന്നത്. എന്തായാലും ആ സ്വർണവും വിൽപ്പന നടത്തിയത് എരുമപ്പെട്ടിയിലാണ്. ഇപ്പോഴിതാ 1.5 കിലോ സ്വർണം ട്രെയിൻ യാത്രികനിൽ നിന്നും മോഷ്ടിച്ച് അല്ലെങ്കിൽ കവർന്നെടുത്ത് ആ സ്വർണത്തിന്റെ ഒരു ഭാഗവും ഇവിടെ എരുമപ്പെട്ടിയിൽ വിൽപ്പന നടത്തിയിരിക്കുന്നു. എങ്ങനെയാണ് എരുമപ്പെട്ടിയിലേക്ക് ഇത്തരത്തിലുള്ള സ്വർണം എത്തുന്നത്? ആരാണ് ഇതിൽ കൃത്യമായിട്ടുള്ള ഇടനിലക്കാരൻ? ഇപ്പോൾ ഈ ജ്വല്ലറിയിൽ സ്വർണം കൊടുത്ത ഇടനിലക്കാരനെ കൃത്യമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കവർച്ചാ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൃത്യമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തമിഴ്നാട് പോലീസ് ആ ഒരു അവസരം അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ കുറ്റവാളികളെ പിടികൂടുന്നതിനുള്ള, കുറ്റവാളികളിലേക്കുള്ള ആ ഒരു വഴി അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് വിവരം. എന്തായാലും കേരള പോലീസ് ഇക്കാര്യം അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. രഹസ്യാന്വേഷണ വിഭാഗം ഈ സ്വർണ്ണ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകൾക്കെതിരെയും അതുപോലെ തന്നെ തുടർച്ചയായി ഇത്തരത്തിലുള്ള സ്വർണം വാങ്ങുന്ന ഷോപ്പുകളുടെ ഉടമസ്ഥർക്കെതിരെയും അവർ രഹസ്യമായി അന്വേഷണം നടത്തി വരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയാൽ ഇത്തരത്തിലുള്ള കവർച്ചാ സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്. എന്തായാലും എരുമപ്പെട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഷോപ്പുകളിൽ നിന്ന് സ്വർണം വാങ്ങുന്ന ആളുകൾ 2 വട്ടം ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും.